ഹലോ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. ഇന്ന് രാവിലെ തൊട്ടേ നല്ല മഴയാണ് കേട്ടോ. ഇപ്പോൾ സമയം ഒരു 8 മണി ആയിട്ടുണ്ട്. മഴയൊക്കെ ഒന്ന് തോർന്നിട്ടുണ്ട്. പതിവില്ലാതെ ഞാനിന്ന് കുറച്ച് നേരത്തേക്ക് എഴുന്നേറ്റിട്ടുണ്ടായിരുന്നു. 8 മണിക്കല്ല, ഒരു 6 മണി 6:15 ആയപ്പോൾ അമ്മ അച്ഛനും ഇന്ന് പാലക്കാട് പോവാണ്. അവർ ഓൾറെഡി പോയി. അപ്പോൾ അതുകൊണ്ടാണ് നേരത്തെ എഴുന്നേറ്റത്. ജസ്റ്റ് അവർ പോണതിന് മുന്നേ അവരൊന്ന് കാണാമെന്ന് വിചാരിച്ചു. അതുകൊണ്ട് മാത്രം, അല്ലാതെ വേറെ പണിയൊന്നും ഇല്ലായിരുന്നു. ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നില്ല. അവർ ജസ്റ്റ് ഒരു ബ്രെഡും അതുപോലെ ചായയും കുടിച്ചിട്ടാണ് പോയത്. ഞാനിനി ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാൻ വേണ്ടി പോവാണ്. ഇന്നത്തെ അടുക്കളപ്പണി മൊത്തം എൻ്റെ തലയിലാണ്. എനിക്ക് കുക്ക് ചെയ്യാൻ നല്ല ഇഷ്ടമാണ്, അതുകൊണ്ട് കുഴപ്പമില്ല. രാവിലത്തേക്ക് പൂരിയും ഉരുളക്കിഴങ്ങ് കറിയാണ് ഉണ്ടാക്കാൻ പോണേ. എനിക്ക് എന്തരിയണമെങ്കിലും കയ്യുറ ഇടണം കേട്ടോ, അല്ലാതെ പറ്റേയില്ല. ഒരു മാങ്ങ പൂളണമെങ്കിൽ പോലും കയ്യുറ ഇടണം. കയ്യുറിട്ടാലും എൻ്റെ കൈ മുറിയും, അത് വേറെ കാര്യം. ഉച്ചക്കത്തേക്ക് ചോറിന് മോര് കാച്ചണം. അപ്പോൾ അതിനുള്ള തേങ്ങ ഞാൻ ചിരകി അരച്ചു വെക്കുകയാണ് കേട്ടോ. മഴ ആയതുകൊണ്ട് കറണ്ട് പോവുകയും വരികയും ചെയ്യാണ്. അപ്പോൾ ആ പരിപാടികളൊക്കെ നേരത്തെ ചെയ്തു വെക്കാമെന്ന് ഓർത്തു. ചോറമ്മ ഓൾറെഡി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് ആ ഏരിയയിലേക്ക് നോക്കണ്ട. മീൻകറിയും ഞാൻ ഇന്നലെ രാത്രി തന്നെ വെച്ചിട്ടുണ്ടായിരുന്നു. ചൂരയാണ്. ചൂര രാത്രിയിൽ ഉണ്ടാക്കിയിട്ട് പിറ്റേ ദിവസം കൂട്ടാനായിട്ട് ഭയങ്കര ടേസ്റ്റാണ്. അപ്പോൾ മോരിലേക്കുള്ള അരപ്പ് അരച്ചു, തൈരും ഒന്ന് ജസ്റ്റ് കറക്കി വെച്ചിട്ടുണ്ട്. അപ്പോഴേക്കും നമ്മുടെ ഉരുളക്കിഴങ്ങ് ഇവിടെ നല്ലോണം വെന്തിട്ടുണ്ട്. ഞാൻ വിചാരിച്ചു അടിയിൽ പിടിച്ചു എന്ന്, പക്ഷേ കുഴപ്പമില്ല. നല്ലോണം വെന്തുടഞ്ഞിട്ടുണ്ട് കേട്ടോ. എനിക്കിങ്ങനെ നല്ലോണം വെന്താലാണ് ഇഷ്ടം. അപ്പോൾ കറി റെഡിയായി. ഇനി പൂരി ഉണ്ടാക്കാം. പൂരി കഴിക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ നമ്മുടെ വീട്ടിൽ അങ്ങനെ ഉണ്ടാക്കാറില്ല, കാരണം ഭയങ്കര എണ്ണമയല്ലേ. അതുകൊണ്ട് എൻ്റെ ലൈഫിൽ ഫസ്റ്റ് ടൈം പൂരി ഉണ്ടാക്കിയത് ഇന്നും എനിക്ക് ഓർമ്മയുണ്ട്. കാരണം അന്ന് എൻ്റെ കൈ നല്ലോണം പൊള്ളിയിട്ടുണ്ടായിരുന്നു. ഞാൻ ചപ്പാത്തി ഉണ്ടാക്കുന്ന ആ ഒരു ഓർമ്മയിൽ പൂരി എടുത്തിട്ട് എണ്ണയിലേക്ക് അങ്ങ് എടുത്തെറിയുക ചെയ്തത്. അപ്പോൾ എണ്ണ തെറിച്ച് കയ്യിലേക്ക് വീണ് നല്ലോണം പൊള്ളിയിട്ടുണ്ടായിരുന്നു. ഇത് ചായ അല്ല കേട്ടോ, പാലിൽ ബൂസ്റ്റ് ഇട്ടതാണ്. എനിക്ക് ചായ കുടിക്കണേ ഇഷ്ടമല്ല, പാല് വെറുതെ കുടിക്കണതും ഇഷ്ടമല്ല. ബൂസ്റ്റൊക്കെ ഇടുകയാണെങ്കിൽ ഞാൻ കുടിക്കും. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. ഇനി നമുക്ക് ഉച്ചക്കത്തേക്കുള്ള കറികൾ നോക്കാം. അപ്പോൾ മോര് കാച്ചി. ഇതിനകത്ത് ഇടാൻ പ്രത്യേകിച്ച് ഒരു കഷ്ണങ്ങളും ഇല്ലായിരുന്നു കേട്ടോ, ഒരു മുളക് പോലും ഇല്ലായിരുന്നു. പിന്നെ ഞാൻ ഉള്ളതൊക്കെ വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്തുണ്ടാക്കി. ചമ്മന്തി, ചെമ്മീൻ ചമ്മന്തിയാണ് അരച്ചിട്ടോ. ചെമ്മീൻ ചമ്മന്തി എൻ്റെ ഫേവറേറ്റ് ആണ്. എനിക്ക് കല്ലേലിട്ട് അരച്ചാലേ ഒരു തൃപ്തി വരുള്ളൂ. മിക്സിയുടെ ജാറിലൊക്കെ ഇട്ട് ചിലവർ അരയ്ക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്, അതെനിക്കിഷ്ടമല്ല. നല്ലോണം ഇങ്ങനെ പൊടിയായിട്ട് അരയുന്നത് എനിക്കിഷ്ടമല്ല. ഇങ്ങനെ ചെറുതായിട്ടൊന്ന് ഒതുങ്ങി കിട്ടിയാൽ മതി, അപ്പോഴാണ് അതിൻ്റെ ഒരു ടേസ്റ്റ് വരിക. അപ്പോൾ ആ പരിപാടിയും കഴിഞ്ഞു. അപ്പോൾ ഉച്ചക്കത്തേക്ക് നമുക്ക് മീൻകറിയായി, മോരുകറി ഉണ്ട്, ചെമ്മീൻ ചമ്മന്തി ഉണ്ട്, അത് മതിയല്ലോ. ഇനി കുറച്ച് പാത്രങ്ങളൊക്കെ ഉണ്ട്, അതും കൂടെ കഴുകി വെച്ച് കഴിഞ്ഞാൽ അടുക്കളപ്പണി കഴിഞ്ഞു. അപ്പോൾ നമ്മുടെ രാവിലത്തെ പരിപാടികളെല്ലാം കഴിഞ്ഞു. ഉച്ചക്കത്തേക്കുള്ള ഫുഡും റെഡിയായി. ഇനി കഴിച്ചാൽ മാത്രം മതി. അപ്പോൾ ഇതൊക്കെയായിരുന്നു നമ്മുടെ ഇന്നത്തെ രാവിലത്തെ കുറച്ച് വിശേഷങ്ങൾ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ടാറ്റാ.